മാർക്കറ്റിൽ 100ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ബട്ട് പീപ്പിൾ റിമെമ്പർ ബ്രാൻഡ്സ്. നമ്മളിനിപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാലും, എത്ര അടിപൊളി പ്രൊഡക്റ്റാണെന്നൊക്കെ പറഞ്ഞാലും ആളുകൾ ബ്രാൻഡ് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യുക അല്ലേ? സോ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നതിനെക്കാട്ടിലും ബ്രാൻഡിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വേർഷൻ പുറത്തിറക്കുന്നതിന് കൂടെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിങ് എന്നുള്ള ഒരു എലമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകളിൽ നിങ്ങളുടെ ബ്രാൻഡിങ് എലമെൻറ്റ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പൊസിഷനിങ്ങും പ്ലേസിങ്ങും നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഒരു പുട്ടുപൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഓഫ് കോഴ്സ് നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ചില ബ്രാൻഡ് നെയിംസ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം പിക്ക് ചെയ്യുന്നത് ഏതായിരിക്കും? ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് ആയിരിക്കും. മേ ബി ഒരൊറ്റ ഒരു ഷെൽഫിൽ തന്നെ ഒരു കൂടുതൽ 20-30 കൂടുതൽ ബ്രാൻഡ്സ് അവിടെ ഇരിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങളുടെ കയ്യിൽ നേരെ എത്തുന്നത് ആ ഒരു ബ്രാൻഡിങ്ങിലോട്ടായിരിക്കും. അതിന് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന കളർ എലമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ നെയിം എലമെൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ പ്രൊഡക്റ്റും ഇതുപോലെ 100ഓളം പ്രൊഡക്റ്റുകളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റും കൃത്യമായി ബ്രാൻഡ് ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഹൗ ടു ബിൽഡ് യുവർ ബ്രാൻഡ് ഫ്രം ഡേ 1 എന്നതാണ്. സോ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് എങ്ങനെ അടിപൊളിയായിട്ട് ബ്രാൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ബ്രാൻഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് അതിൽ ആദ്യത്തെ ഒരു പോയിന്റാണ് ഐഡന്റിറ്റി. ഹു ആർ യു? നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തായിരിക്കണം എന്നുള്ളൊരു പിക്ചർ. അതിൽ ഫസ്റ്റ് തിങ് ആണ് നമ്മളുടെ ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ കളർ ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ടോൺ, അതിൻ്റെ വോയിസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ അവിടെ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള അങ്ങനെ പല രീതിയിലുള്ള എലമെൻറ്റ്സ് അവിടെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ലോഗോയോ അല്ലെങ്കിൽ നിങ്ങളുടെ കളറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടോണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് അലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി എന്താണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണെന്ന് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ പല നമ്മൾ കിഡ്സിൻ്റെയൊക്കെ കുട്ടികളുടെയൊക്കെ പല പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ട സമയത്ത് കുട്ടികളുടെയൊക്കെ പ്രൊഡക്റ്റുകളിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും ടോണൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. and അതേസമയം നമ്മൾ കുറച്ച് ലേഡീസ് അല്ലെങ്കിൽ ലൈക്ക് ഗേൾസിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് വേസ് ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെ പിങ്ക് ഷെയ്ഡ് കളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള ഒരുപാട് ഒരു ഫെമിലിയർ കോൺസെപ്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. സോ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ ആ ബ്രാൻഡിങ് ഐഡന്റിറ്റിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ കമ്മിങ് ടു റാക്ക് കുറച്ചും കൂടി ഒരു ബോൾഡ് ആൻഡ് സ്ട്രോങ് ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് റാക്കിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. ആൻഡ് റാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ റോയൽ അസറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ റീബ്രാൻഡ് ചെയ്ത് റാക്കിൽ ലാൻഡ് ചെയ്യുമ്പോൾ റാക്ക് ഈസ് മോർ പവർഫുൾ ആൻഡ് സ്ട്രോങ്. ആ ഒരു വോയിസിലും ആ ടൊണാലിറ്റിയിലും അത് കിട്ടുന്നുണ്ട്. ആൻഡ് ആ ഒരു സിമ്പിൾ ആൻഡ് ഷോർട്ട് നെയിമിലൂടെ നമ്മൾ ഗ്ലോബൽ അറ്റൻഷനിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മളെ കമ്പയർ ചെയ്യപ്പെടുന്ന IBM പോലെ അല്ലെങ്കിൽ PwC പോലെ അല്ലെങ്കിൽ KPMG ഒക്കെ പോലത്തെ ബിഗ് 4 കമ്പനീസുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ എന്ത് ചെയ്തത്, നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ബ്രാൻഡിന് നമ്മളുടെ ഒരു മുഖം ഉണ്ടായിരിക്കണം, നമ്മളൊരു വിഷ്വൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ബ്രാൻഡിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് നിങ്ങൾ ആരെയാണ് ഇത് കാണിക്കാൻ വേണ്ടി പോകുന്നത്, വിച്ച് മീൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണ്, TG ആണ്, ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അവരെത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരിലോട്ട് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് എലമെൻറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത് ഒരു പിക്ചർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഐഡന്റിറ്റിയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം എലമെൻറ്റ്സ് അല്ലെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു പ്രീമിയം കളേഴ്സും ഒക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടി വരിക. അതേസമയം നമ്മൾ കമ്മിങ് ടു ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ബ്രാൻഡ് ചെയ്ത് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രീമിയം എലഗൻറ്റ് കളേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേ ലൈക്ക് അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന അത് കുറച്ച് പൈസ കൂടിയ പ്രൊഡക്റ്റ് ആയിരിക്കാം എന്ന് വരെ ചിന്തിച്ചേക്കാം. സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അവർ ഇത്തരത്തിലുള്ള ബ്രാൻഡ് ഐഡന്റിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങളും അലൈൻഡ് ആവേണ്ടതെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ, ഐഡന്റിറ്റി ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളിലോട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നമ്മളൊരു ബ്രാൻഡിങ് എലമെന്റ് പ്ലേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ബ്രാൻഡിങ് എലമെന്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കളർ തീംസ് ഉണ്ടാവും, കളർ പാലറ്റ്സ് ഉണ്ടാവും, ഫോൺസ് ഉണ്ടാവും, അതുപോലെ അതിൻ്റെ ഡിസൈൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എലമെന്റ്സുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും, നമ്മളെ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും, മേ ബി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ ഉണ്ടാവാം, നമ്മുടെ വെബ്സൈറ്റുകളിൽ ഉണ്ടാവാം, നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ ഉണ്ടാവാം, ആൻഡ് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ഇവൻറ്റ്സുകളിൽ ഉണ്ടാവാം, നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസസ് അല്ലെങ്കിൽ നമ്മുടെ എവരിവർ, നമ്മളുടെ എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വലി കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അവിടെയൊക്കെ നമ്മളുടെ പ്ലേസ്മെൻറ്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺസ്, നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാൻഡിൻ്റെ ലോഗോ കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീമും കാര്യങ്ങളും കണ്ടിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ മാർക്കറ്റിംഗ് കണ്ട ശേഷം നമ്മൾ അവരുടെ വെബ്സൈറ്റിലോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടതൊന്ന് വെബ്സൈറ്റിൽ കണ്ടതൊന്ന് എന്നുള്ളൊരു പിക്ചർ വരുന്ന സമയത്ത് അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നം വരും, കൺഫ്യൂഷൻ ആകും കസ്റ്റമേഴ്സ്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ടും അലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ ഒരേ കളർ തീമിലൊക്കെ പാറ്റേണിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളൊരു പേജ് ആണെങ്കിൽ നമ്മൾ പറയും ഇത് അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അവിടെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് പല രീതിയിൽ മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്ഡപ്പ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, ആ അറ്റൻഷൻ അവിടെ സീക്ക് ചെയ്യില്ല. സോ ഇത് തന്നെയാണ് അവിടെ നടക്കുക. നിങ്ങളുടെ ഒരു ബ്രാൻഡിങ് എലമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നിങ്ങളുടെ ബ്രാൻഡിങ്ങിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിലോട്ട് കൂടുതൽ ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഷോക്കേസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് സ്റ്റോറി. നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിലൂടെ പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന് നിങ്ങളുടെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ ബ്രാൻഡ് ആരാണ് ബിൽഡ് ചെയ്യുന്നത്, ഈ സ്റ്റാർട്ടപ്പ് ആരാണ് ബിൽഡ് ചെയ്യുന്നത്, നമ്മളാണ് അല്ലേ. നമ്മളുടെ സ്റ്റോറിയിലൂടെ നമ്മൾ എന്തുകൊണ്ട് ഈ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നു, നമ്മൾ എന്തുകൊണ്ട് ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും സർവീസും നമ്മൾ ഇറക്കി, അവിടെ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ വിഷൻ എന്താണ്, ഇങ്ങനെ ഒരു കറക്റ്റ് സ്റ്റോറി ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാൻഡിനെ ആളുകളിലോട്ട് കൂടുതൽ ഉള്ളിലോട്ട് ഇഞ്ചക്ട് ചെയ്യാനും അവർക്ക് എന്നും ഓർമ്മിപ്പിക്കപ്പെടാനും ആ ഒരു സ്റ്റോറി ഹെൽപ്പ് ചെയ്യും. സോ അവരെപ്പോഴും നമ്മൾ ബ്രാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ സ്റ്റോറിയിലുള്ള ഇൻസിഡൻസിലൂടെ അവർ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള സിനാരിയോസ് വരുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ആ ഒരു ബ്രാൻഡിനെ ഓർമ്മപ്പെടുത്താനും അവരുടെ മൈൻഡിലും അവരുടെ എല്ലാ കാലവും ആ ബ്രാൻഡിനെ അവിടെ പ്ലേസ് ചെയ്യാനും നമുക്ക് വേണ്ടി പറ്റും. ആ ഒരു സ്ട്രോങ് എലമെൻറ്റ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അവിടെയാണ് നമ്മുടെ സ്റ്റോറി എന്നുള്ളൊരു ഫാക്ടർ വരുന്നത്. അതല്ലാണ്ട് നമ്മൾ ജസ്റ്റ് കളേഴ്സ് ഓർ തീംസ് ഓർ ലോഗോസ് ഓർ നെയിംസ് അല്ല ഒരിക്കലും ബ്രാൻഡിനെ നമുക്ക് ഫിക്സ് ചെയ്ത് അവരുടെ മൈൻഡിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അവിടെ എപ്പോഴും നമ്മൾ ഇതിനെ ബാക്ക് എൻഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ് സ്റ്റോറി നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ റാക്കിൻ്റെ കേസിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബെനിഫിഷ്യറീസ് മെയിൻലി വരുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയിക്കൊണ്ടിരിക്കുന്ന പെയിൻ പോയിന്റ്സ് ഉണ്ട്. ആ പെയിൻ പോയിന്റ്സ് ഞാനും എൻ്റെ പേഴ്സണൽ ജേർണിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ്. സോ അവിടെ നിന്ന് ഞാൻ കയറി വന്ന സമയത്ത് എനിക്ക് ഉണ്ടാവാതിരുന്നിരുന്നൊരു ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ ഫെസിലിറ്റീസും കാര്യങ്ങളും അവിടെ വേണ്ടിയിരുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ റാക്കിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ടവർ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റികളും മെൻറ്റർഷിപ്പും ഗൈഡൻസും സ്ട്രക്ചറിങ് കാര്യങ്ങളും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതൊരു സ്റ്റോറിയാണ്. അതെങ്ങനെയാണ് ബ്രാൻഡിലോട്ട് വന്നത്, അവിടെ എനിക്കത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ പേഴ്സണൽ സ്റ്റോറിയിലൂടെയാണ് അത് വരുന്നത്. അതുപോലെ ഇൻവെസ്റ്റർ സൈഡിലോട്ട് വരുന്ന സമയത്താണെങ്കിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പല ആൾക്കാരും നമ്മുടെ കണക്ഷൻസിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് അവർക്ക് അവിടെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് കിട്ടുന്നില്ല, പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടപ്സ് ഫെയിലിയർ ആവുന്നു, ഫൗണ്ടേഴ്സിന് കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഫെയിലിയർ ആവുന്നു. ഇങ്ങനത്തെ സിനാരിയോസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫിയർ ഫാക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് മാറ്റി നിർത്താൻ ഉണ്ടാവുന്നു എന്നുള്ള സിനാരിയോ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനാണെങ്കിൽ കൃത്യമായ അസറ്റ് ക്ലാസുകൾ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ള പ്രശ്നങ്ങൾ. ഇവിടെയാണ് ശരിക്കും നമ്മൾ ആ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ആ സ്റ്റോറിയിലൂടെ ആ പെയിൻ പോയിന്റ്സ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റാക്കിലൂടെ. സോ ഇതാണ് റാക്ക് ചെയ്യുന്നത്. സോ ആ റാക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റാക്ക് എന്ന് പറയുന്ന റോയൽ അസിസ്റ്റൻറ്റ് കമ്പനീസ് ആണ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് റാക്ക് എന്നുള്ളതല്ല അതിൻ്റെ സ്റ്റോറി. അതിന് സ്റ്റോറി പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ മുന്നിലോട്ട് ഇറങ്ങി, അതിൻ്റെ ബാക്ക് ബോൺ എന്താണ്, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് നമുക്ക് വരാൻ കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ പിക്ചറും ഈ സ്റ്റോറിയും ബ്രാൻഡിനുണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഇതിനെ ബാക്ക് ചെയ്യുന്ന വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. and ഈ പറഞ്ഞതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബ്രാൻഡിങ് പൊസിഷനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ലോഗോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെയിമോ കാര്യങ്ങളോ അല്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കൊടുക്കുന്ന ക്ലയൻറ്റിന് കൊടുക്കുന്ന, കസ്റ്റമറിന് കൊടുക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജ്, നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റ്, നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബ്രാൻഡിങ് എലമെൻറ്റ്സുകൾ, ലോഗോ, അതല്ലെങ്കിൽ അതിൻ്റെ തീംസ്, കളർ പാലറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, ആ പ്രീമിയം ലുക്കും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ കസ്റ്റമർ ആ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അവരുടെ മുന്നിലോട്ട് എക്സ്പെക്ടേഷൻ മീറ്റ് ആവാത്ത രീതിയിലുള്ളൊരു സർവീസ് കിട്ടുന്നത് ആലോചിച്ച് നോക്കിയാൽ അത് വളരെ ബാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്റ്റോറിയിലൂടെ പറയുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബ്രാൻഡിലൂടെ പറയുന്നത്, നെയിമിലൂടെ പറയുന്നത്, ലോഗോയിലൂടെ പറയുന്നത്, അതിൻ്റെ അതേ ക്ലാസ്, അതിപ്പോൾ ഒരു വേൾഡ് ക്ലാസ് സിനാരിയോ ആണെങ്കിൽ ആ വേൾഡ് ക്ലാസ് സിനാരിയോയിൽ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നിങ്ങളുടെ ഈവൻ പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജിങ് ആണെങ്കിലും, അതിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്ന ഫീലാണെങ്കിലും, അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഫീലാണെങ്കിലും, ആ ഫീലിനോട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ക്ലയൻറ്റ് ഈസ് ഓൾറെഡി ആ ബ്രാൻഡിങ്ങും കാര്യങ്ങളും കണ്ടിട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ആ എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതല്ലെങ്കിൽ ആ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റിന് അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആവും. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രീമിയം ടീഷർട്ടിൻ്റെ ഒരു ബ്രാൻഡാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ആ പ്രീമിയം ടീഷർട്ടിൻ്റെ പ്രീമിയം എലഗൻസും കാര്യങ്ങളും വെബ്സൈറ്റും ബ്രാൻഡിങ്ങും ഒക്കെ കണ്ടിട്ട് അതൊരു ഷോപ്പ് ചെയ്തിട്ട് വരുന്ന പ്രൊഡക്റ്റ് തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അവിടെ കറക്റ്റായിട്ടുള്ള അത് നിങ്ങളെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കസ്റ്റമർ സർവീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങളുടെ ബ്രാൻഡിന് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് സിനാരിയോ ഉണ്ട്. ഇത് നിങ്ങളുടെ ബ്രാൻഡിങ് ചെയ്തതിന് മൊത്തത്തിൽ തകർത്ത് കളയുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്രാൻഡിങ്ങും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങളുടെ കസ്റ്റമർ എക്സ്പീരിയൻസ്, അവർക്ക് കൊടുക്കുന്ന യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്
നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് മാറും. അവർ നിങ്ങൾക്ക് റെഫറൻസിൽ ബിസിനസ് കൊണ്ടുവരും, അവരുടെ റിട്ടൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മാത്രമേ നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാനും സക്സസ് ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. സോ ബ്രാൻഡ് നമ്മൾ ഇന്ന് ഈ എലമെന്റ്സ് എല്ലാം കമ്പൈൻഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത സ്കെയിലോട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പോകാനും സക്സസ് കൊണ്ടുവരാനും വേണ്ടി പറ്റുള്ളൂ. ക്ലയന്റ് സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു, കസ്റ്റമറിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആൻഡ് ഇത് കൃത്യമായിട്ട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനും വേണ്ടി പറ്റണം, ലോങ് ടേമിലോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ലോങ് ടേമിലോട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡിങ് എലമെന്റ്സ് ആണെങ്കിലും ഇത് പറഞ്ഞ എവറിത്തിങ്, കളേഴ്സ് ആയാലും തീംസ് ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതും കൊടുക്കേണ്ടത്. സോ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സിനാരിയോ പല സ്റ്റാർട്ടപ്പുകളും അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഷോർട്ട് ടേം സമയത്തുള്ള പ്രോഫിറ്റ് ഗെയിൻസിൽ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഫോക്കസ് വെച്ചിട്ട് ബ്രാൻഡിങ് ചെയ്താൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രാൻഡിങ്ങിൽ അല്ലെങ്കിൽ ബ്രാൻഡിങ് എലമെന്റ്സിൽ അവർക്ക് കൃത്യമായ പ്ലേസ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് ശരിക്കും ബ്രാൻഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിന് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഷോർട്ട് ടേമിലോട്ട് മാർക്കറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ആയിരിക്കും അവിടെ നടക്കുക. കൃത്യമായിട്ടുള്ളൊരു ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ അവിടെ നടക്കണമെന്നില്ല. ബ്രാൻഡിങ് ഈസ് എ സ്ലോ സ്റ്റഡി പ്രോസസ്സ്. അവിടെ നിങ്ങളുടെ ക്ലയൻറ്റിനോട്ട് ഈ പറഞ്ഞ എല്ലാ എലമെൻറ്റ്സും ക്ലാരിറ്റിയോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ലോങ് ടേമിലോട്ട് നിങ്ങളുടെ ബ്രാൻഡിന് മോർ ട്രസ്റ്റ്, മോർ ക്രെഡിബിലിറ്റി, ആൻഡ് അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിലോട്ട് കൂടുതൽ ബിസിനസ് വരാനും ബിസിനസ്സിൽ കൂടുതൽ സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് വരാനും അതിൽ സ്കെയിൽ ചെയ്യാനും ആ ഇൻഡസ്ട്രിയിൽ നിങ്ങളെ പ്ലേസ്ഡ് ആക്കാനും വേണ്ടി പറ്റുന്ന ഒരു എലമെൻറ്റാണ് നിങ്ങളുടെ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ലോങ് ടേം വിഷനിൽ പോകേണ്ട ഒരു സംഗതിയാണ്. അത് സ്ലോ സ്റ്റഡി ഗ്രോത്തിൽ തന്നെ പോകേണ്ട സംഗതിയാണ്. അതിൽ നിങ്ങൾ അർജൻസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നൈക്കിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് നൈക്കി ജസ്റ്റ് ഷൂസ് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അവർ ജസ്റ്റ് ഷൂ സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ടല്ല പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു അത്ലറ്റ്സിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും ആ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ആ സ്പോർട്സിൻ്റെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന രീതിയിലേക്ക് സ്പോർട്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലോട്ട് ഓർമ്മ വരുന്ന ഒരു ബ്രാൻഡായിട്ട് അവർക്ക് പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയത് അവിടെ അവർ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാമ്പയിനൊക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ക്യാമ്പയിനൊക്കെ നോക്കുന്ന സമയത്ത് അവരവിടെ അത്ലറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ മൊത്തം അവരെ പൊസിഷൻ ചെയ്ത് വെച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ആ സെറ്റ് ഓഫ് ഇൻഡസ്ട്രിയിൽ അവർക്ക് ഏത് രീതിയിലുള്ള പൊസിഷനിങ്ങും ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റും സർവീസും സെർവ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും അവർക്ക് പോസിബിളായി. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലോട്ട് അവർക്ക് മോർ ക്രെഡിബിലിറ്റി, മോർ ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ന് ഏത് പ്രൊഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ സംഗതി ട്രൈ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അതിനെ ട്രെൻഡ് ആക്കാനും ട്രെൻഡ് സെറ്റേഴ്സായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളുടെയും ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകളിൽ, നിങ്ങളുടെ ബിസിനസ്സുകളിൽ ഫോക്കസ് ചെയ്യേണ്ട ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത്. സോ ടു കൺക്ലൂഡ്, ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെങ്ങനെ പൊസിഷൻ ചെയ്യുന്നു, നിങ്ങളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്നതല്ല ബ്രാൻഡ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സ് പറയുന്നതാണ് ബ്രാൻഡ്. ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആപ്പിളിനെ കുറിച്ച് ആപ്പിൾ ഒരുപാട് പറഞ്ഞിട്ടല്ല, ആപ്പിളിനെ കുറിച്ച് പറയുന്നത് ആപ്പിളിൻ്റെ കസ്റ്റമേഴ്സാണ്, അല്ലെങ്കിൽ ആപ്പിളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്, ആ എക്കോ സിസ്റ്റമാണ്. അത് ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവർ എല്ലാ രീതിയിലും റീസെല് ചെയ്യുക, അപ്സെല് ചെയ്യുക എന്നുള്ള രീതിക്ക് എല്ലാം ഇൻ്റർകണക്റ്റഡ് ആയിട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആൾ ചൂസ് ചെയ്താൽ മാക്കാണ്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള എക്കോ സിസ്റ്റം ഉണ്ട്. അതിന് ആളൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഏതാണ് യൂസ് ചെയ്യുക, അവർ ഒരു എയർപോർട്ട്സ് ആയിരിക്കും ഉപയോഗിക്കുക. ഈവൻ അവിടുന്ന് ഏതൊരു ഗാഡ്ജറ്റ്സിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും ആ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ആ ഒരു സെയിം ബ്രാൻഡിനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ, അവരുടെ വൺ ഓഫ് ദ പ്രോഡക്റ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബ്രാൻഡിങ് എലമെന്റ്സ് ആണെങ്കിലും ആ ഫീൽ ആണെങ്കിലും ആ പ്രീമിയംനെസ് ആണെങ്കിലും ആ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിലും ഓരോ പോയിന്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കസ്റ്റമേഴ്സാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ കസ്റ്റമേഴ്സാണ്. സോ നിങ്ങളുടെ ബ്രാൻഡിനും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അത്തരത്തിൽ നിങ്ങൾക്ക് പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അവർ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രാൻഡിങ് സക്സസ് ആവുന്നതാണ്. സോ നമ്മൾ ബ്രാൻഡിനെ കുറിച്ച് ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഡേയ്സിൽ ഇപ്പോൾ റാക്കിൻ്റെ ചെയർമാൻ ഷിബിൽ റഹ്മാൻ അല്ലേ എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്. സോ റാക്ക് എന്നുള്ള ആ ഒരു നെയിം വളരെ ഫ്യൂ മന്ത്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റി. ആൻഡ് അത് സ്റ്റിൽ അതിനെ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയും അതിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിന് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട്സ് വരാൻ തുടങ്ങി. സോ നമ്മൾ പറയുന്നതല്ല നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഓഡിയൻസ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, റിയൽ ആയിരിക്കുക, വാല്യുബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. സോ യുവർ ബ്രാൻഡിങ് സ്റ്റാർട്ട്സ് ഫ്രം ടുഡേ. നിങ്ങളുടെ സ്റ്റാർട്ടപ്സിന് ഈ പറഞ്ഞ എലമെൻറ്റ്സ് എല്ലാം നോക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പഠിച്ചുകൊണ്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ബ്രാൻഡിങ് ചെയ്യുകയും നിങ്ങളുടെ പൊസിഷനിങ് ലോങ് ടേമിലോട്ട് ഒരു അടിപൊളി ബ്രാൻഡായിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ഒരു വെൽ പൊസിഷൻഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.